പൊതു ഇടങ്ങളിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പലതാണ്. അപ്പോൾ അവ പലതും പരിഹരിക്കപ്പെടാതെ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. യാത്രക്കാരായ സ്ത്രീകളും ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് വൃത്തിയുള്ള ശുചിമുറികൾ ഇല്ല എന്നതാണ്. പലയിടങ്ങളിൽ നിന്ന് ദൂരയാത്ര ചെയ്യുന്നവരും ഒക്കെയുണ്ട്. ഇവർക്ക് വൃത്തിയായൊരു ശുചിമുറി ഇല്ല എന്നുള്ളത് പലപ്പോഴും പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അമ്മമാരും ഈ വിഷയത്തിലൊക്കെ എന്തു പറയുന്നു, സ്ത്രീകൾ എന്തു പറയുന്നു എന്ന് നോക്കാം. അപ്പൊ സ്മിത ചേച്ചി ഒന്ന് പുറത്തു പോയായിരുന്നു അല്ലേ? ആ പ്രതികരണങ്ങൾ നമ്മളൊന്ന് എടുത്തു. ആ പ്രതികരണങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സ്ത്രീകളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് വേണ്ടത്ര ശുചിമുറികളില്ലാത്തത്. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ വൃത്തിഹീനമായിരിക്കും. വല്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് പല സ്ത്രീകളും പറഞ്ഞു. നമ്മൾ ചില പ്രതികരണങ്ങളിലേക്ക് പോയി. ആ പ്രതികരണങ്ങളൊന്ന് നോക്കാം. നമ്മളിപ്പം ദൂരയാത്രയൊക്കെ പോകുമ്പം ഈ സാനിറ്ററി പാഡ് ഡിസ്പോസൽ അതൊക്കെ ഭയങ്കര ഇഷ്യൂ ആണ്. പെട്രോൾ പമ്പ് ആയിക്കോട്ടെ, പബ്ലിക് വേറെ ടോയ്ലറ്റ്സ് ആയിക്കോട്ടെ, അവിടെ എവിടെയും ഒരു പ്രോപ്പർ സാനിറ്ററി ഡിസ്പോസൽ ഇല്ല. അതേപോലെ വേസ്റ്റ് ബിൻസും പലയിടത്തും കാണാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അത് അത്ര ക്ലീൻ ആയിരിക്കില്ല. ഫ്ലഷ് പോലും വർക്ക് ചെയ്യില്ല. ജെറ്റ് സ്പ്രേ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈവൺ ഒരു ബക്കറ്റും അതുപോലും ഉണ്ടാവാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം മാം പറഞ്ഞ പോലെ കേരളം എല്ലാത്തിനും മുന്നിലാന്ന് പറയുമ്പം ഈ ഒരു കാര്യത്തിന് എപ്പോഴും പിറകിലാണ് നമ്മൾ. അപ്പം അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഹോട്ടലിൽ പോയിട്ട് യൂസ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ വാഷ്റൂം ആണെങ്കിലും അതിനിപ്പോൾ ബസ് സ്റ്റാൻഡിലുള്ള ആണെങ്കിലും ക്ലീൻ അല്ല, ഹൈജീൻ അല്ല, ഡിസീസസ് വരും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? എന്തായിരിക്കണം ഒരു നല്ല? വെള്ളം വേണം, ടിഷ്യൂസ് നേരെ വർക്ക് ചെയ്യണം, ഫ്ലഷൊക്കെ വർക്ക് ചെയ്യണം, ക്ലീൻ ചെയ്യണം. അത് തന്നെയാണ് ആക്ച്വലി അത് നമ്മുടെ റൈറ്റ് ആണ്. അത് പലർക്കും അറിയുന്നില്ല. പ്രശ്നം യെസ്, എസ്പെഷ്യലി റോഡ് ട്രിപ്സ് ആയാലും ട്രെയിൻ ട്രിപ്സ് ആയാലും വാഷ്റൂം ഒരു പ്രോബ്ലമാണ്. ബി ഇറ്റ് ഇൻ പെട്രോൾ ബങ്ക്സ് ഓർ ഈവൻ ട്രെയിൻ ആസ് വി സി സ്റ്റേഷൻ തുടങ്ങുന്ന അവിടെ ഇറ്റ് വിൽ ബി ക്ലീൻ. ഒരു കുറച്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി വാട്ടർ ഫിൽഡ്, ക്ലോഗിങ്, ഫ്ലഷ് വർക്കാവില്ല. സോ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ടു മാനേജ്. പിന്നെ പെട്രോൾ ബങ്ക്സിലായാലും ക്ലീൻ അല്ലായിരിക്കും, ഓർ ഫ്യൂ ഡോണ്ട് ഈവൻ ഹാവ് ഇറ്റ്. സോ അതൊരു പ്രോബ്ലമാണ്. ക്ലീൻ ആയിട്ടിരിക്കാത്തൊരു പ്രശ്നമാണ്. പിന്നെ സാനിറ്ററി ഡിസ്പോസൽ ഒരു പ്രശ്നമാണ്. ഒരു ബാത്റൂം ക്ലീൻ ആയിരിക്കുമ്പോൾ അതുപോലെ നമുക്ക് ഹൈജീനായിട്ട് ഡിസ്പോസ് ചെയ്യാനും പറ്റും. ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ ദൂരെ പോകണം. നമ്മൾക്ക് ഈ ഹോട്ടലുണ്ടല്ലോ, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാവില്ല ബാത്റൂമും കാര്യങ്ങളും. എവിടെയാണെങ്കിലും ഒന്ന് നീറ്റാക്കി ഇടണം. അതാവുമ്പോൾ കുഴപ്പമില്ല, ഒരാൾക്കും കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. ഇത് എന്ന് വെച്ചാൽ നീറ്റ് ഉണ്ടാവില്ല. നമ്മൾ 2-3 ബാത്റൂം മാറിയിട്ടായിരിക്കും നമ്മൾ ഒരു ബാത്റൂമെങ്കിലും ഒന്ന് കുഴപ്പമില്ലാതെ കിടക്കണതൊക്കെ. നേരത്തെ ഇവിടെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. വലിയ പാടായിരുന്നു. ഇവിടെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾ നമ്മുടെ ഇത് ബിസിനസ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അത്രയും ബുദ്ധിമുട്ടൊക്കെ സഹിച്ച്. ഈ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. മൂക്ക് പൊത്താതെ പല ശുചിമുറികളിലേക്കും കയറി ചെല്ലാൻ കഴിയില്ല. അടിസ്ഥാനപരമായ ആവശ്യം വൃത്തിയുള്ള ടോയ്ലറ്റുകളാണ്. അത് തീർച്ചയായിട്ടും വേണം. വികസനത്തിൻ്റെ ഒരു സൂചിക എന്ന് പറയുമ്പോൾ ആ അടിസ്ഥാന സൗകര്യം തന്നെയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, ഈ പ്രതികരണങ്ങളെല്ലാം നമ്മൾ അധികൃതരുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഈ ശുചിമുറി എന്ന് പറയുന്നത് ഒരു വല്ലാത്ത പ്രശ്നമാണല്ലേ. നമ്മൾ യാത്ര ചെയ്യുമ്പോഴടക്കം അത് അനുഭവിച്ചവർക്കേ മനസ്സിലാകുന്നത്. എടുത്തിട്ട് നമ്മൾ വയറ് ഒട്ടാറോ എന്നാലും അയ്യോ മൂക്ക് വത്തി നമ്മുടെ മൂട് മുഴുവൻ പോകും, വൃത്തിയില്ല, പല പ്രശ്നങ്ങളാണ്. ഇപ്പം ഇവർ ചോദിക്കുന്നുണ്ട് വനിതകൾക്ക് എന്താ ഈ പ്രശ്നം, അല്ല പുരുഷന്മാർക്ക് ഇല്ലേ ഈ പ്രശ്നം എന്ന്. നമുക്കറിയാമല്ലോ, എല്ലാ ദിവസവും നമ്മൾ കാണുന്നത് വഴിയിലൊക്കെ പോകുമ്പോൾ വഴിയിൽ അങ്ങ് ഇറങ്ങി നിന്നിട്ട് അവരുടെ കാര്യം സാധിക്കുന്നത് നമ്മൾ കാണാറില്ലേ? സത്യമല്ലേ? അപ്പോൾ സ്ത്രീകൾക്ക് അത് പറ്റില്ലല്ലോ. അവിടെ പോയി നിന്ന് ഒരു സ്ത്രീക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇനിയും നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അത് നല്ല വൃത്തിയുള്ള ശുചിമുറികൾ. പിന്നെ എനിക്ക് വൃത്തിയുടെ കാര്യം മാത്രമല്ല, പലയിടത്തും ഈ ശുചിമുറി ഉണ്ടെങ്കിൽ അത് പൂട്ടി വെച്ചേക്കുമായിരിക്കും. വേണം എന്നുണ്ട്. ഒരു കോർണറിൽ രാത്രിയൊക്കെ പോയാൽ അത് കണ്ടുപിടിക്കാൻ തന്നെ പാടാ. അതിലേക്ക് ചിലപ്പോൾ എലിയൊക്കെ ഓടിപ്പോകുന്നുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ പെട്രോൾ പമ്പിലൊക്കെ ശരിക്കും എന്തായാലും വേണം. പിന്നെ വേറൊരു കാര്യം എല്ലാവർക്കും അറിയാത്തത്, നമ്മൾ ഹോട്ടലിൽ പോകും. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലേ ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല എന്നൊരു ചായ. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ഹോട്ടൽസും അങ്ങനെ പ്രൊവൈഡ് ചെയ്യണം എന്നാണ്. നമ്മൾക്ക് ടോയ്ലറ്റിൽ അല്ല, എവിടെ പോയാലും ആ ടോയ്ലറ്റ് നമുക്ക് ഉപയോഗിക്കാം. അത് പലർക്കും അറിയില്ല. ഏത് ഹോട്ടലാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതാർക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ കുറച്ച് പ്രതികരണങ്ങളാണ്. നമ്മൾ ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ, അത് സ്ത്രീകളുടെ മാത്രമല്ല പൊതുവെ എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഈ വിമൻസ് ഈവനിങ്ങിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും.